ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പം ഇപ്പം ഞാൻ പെട്ടെന്ന് വന്നത് 2 മണിയായി. ഒരാൾ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 മണിയായി കേട്ടോ. രാത്രി 2 മണിയാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര ബിസിയാണ്. അപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ട്, വീഡിയോസ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. കാരണം നമ്മൾ ബേബിയായിട്ട് ഭയങ്കര ബിസിയാണ്. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കും അത്രയും ടയേർഡാവും. അപ്പോൾ പിന്നെ എഴുന്നേറ്റ് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്കിങ്ങനെ ചെയ്യണം എന്നുണ്ട്, പക്ഷേ നമുക്ക് എല്ലാവർക്കും ന്യൂ മോംസിന് അറിയാൻ പറ്റും. അതൊരു എസ്പെഷ്യലി നമുക്കൊരു എന്താ പറയുന്നത്, ഈ ഒരു ടൈമിൽ വരുന്ന നമ്മുടെ ഒരു സങ്കടമാണത്. കാരണം നമുക്കിങ്ങനെ ചെയ്യണം എന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട്, പക്ഷേ നമുക്കെപ്പോഴും പ്രയോറിറ്റി ഡെഫിനറ്റ്ലി നമ്മുടെ ബേബി ആയിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്രയും ഡേ കഴിഞ്ഞ് ടയേർഡ് ആവും. ഇപ്പം യഥാർത്ഥത്തിൽ 2 മണിയായി. ഇപ്പം ഈ ഒരു സമയത്താണ് ഞാൻ ഫ്രീ ആയത്. ഞാൻ ആക്ച്വലി 12 o'clock തൊട്ട് നോക്കുവാണ്. വാവ അതിന് മുന്നേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ലൈറ്റിൻ്റെ ഇഷ്യൂസ്, പിന്നെ എല്ലാം റെഡിയായി വാവയെ കൊണ്ട് ഉറങ്ങി. അപ്പോഴത്തേക്കും ഫോണിൻ്റെ ബാറ്ററി പോയി. അപ്പം അങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചു. അങ്ങനെയൊക്കെ കുറച്ച് ഡിലേ വന്നു. അപ്പോൾ ഇന്ന് ഞാൻ ബേസിക്കലി പറയാൻ വന്നത് ബേബി കെയർ ടിപ്സ് ആണ് കേട്ടോ. ബേബി കെയർ ടിപ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ദിസ് ഇസ് ഫോർ ന്യൂ മോംസ്. അതായത് അനങ്ങുന്നുണ്ട്. 2 വട്ടം ഓൾറെഡി എഴുന്നേറ്റിട്ട് ഞാൻ ഉറക്കിയതാണ്. നമുക്ക് നോക്കാം, വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം എന്ന് വിചാരിച്ച് കുറച്ച് വീഡിയോസ് എടുത്ത് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും എടുത്ത് ഇടാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇടയ്ക്ക് എടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ബേസിക്കലി ബേബി കെയർ ടിപ്സ്, അതായത് ഇപ്പം ന്യൂ മോംസിന് ഭയങ്കര ഒരു ഫസ്റ്റ്, എസ്പെഷ്യലി എൻ്റെ ബേബി ആണെങ്കിൽ ഫസ്റ്റ് ബേബിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു വാവേനെ കൈ കിട്ടുമ്പോൾ അതിനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ വെരി വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പം നമുക്ക് എന്തൊക്കെ അതിന് പ്രിപ്പയർ ചെയ്യണം, എസ്പെഷ്യലി ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് ബേബി കെയർ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അതല്ലാതെ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഒരു സെപ്പറേറ്റ് വീഡിയോ, ഒരു ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ വീഡിയോ. കാരണം ബ്രസ്റ്റ് ഫീഡിങ് എങ്ങനെ ചെയ്യണം, എത്ര വട്ടം ചെയ്യണം, എത്ര മണിക്കൂർ ഗ്യാപ്പ് ഇടണം, ലൈക്ക് 6 months എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അങ്ങനെ ഒത്തിരി ഡൗട്ട്സ് ചോദിച്ചു എൻ്റെ ഒരു ഫ്രണ്ട്സും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലൊക്കെ മെസ്സേജും കാര്യങ്ങളും ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്നുണ്ട്. സോ ഞാൻ വിചാരിച്ചാൽ അതിന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, ബ്രസ്റ്റ് ഫീഡിങ്ങിന്. അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ്പാർട്ടം, പ്രഗ്നൻസിയും പോസ്റ്റ്പാർട്ടം വരുന്ന നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബേബി കെയർ ആണ് കേട്ടോ. അതായത് ബേബിയെ നമ്മളിങ്ങനെ കെയർ ചെയ്യാം, മെയിനായിട്ട് ഈ അവരുടെ ബോഡി ടേക്ക് കെയർ ചെയ്യുന്നു ഫ്രം ഹെഡ് ടു ടു. അപ്പോൾ ഞാനത് പെട്ടെന്ന് പറയാമെന്ന് വിചാരിച്ചു. സോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടും അതുപോലെ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഷെയർ ചെയ്യാനുള്ളത്. നമുക്കെപ്പോഴും നമ്മുടെ എക്സ്പീരിയൻസ് ആയിരിക്കും പറയാനുള്ളത്. അപ്പോൾ അത് ഞാൻ ഷെയർ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ന്യൂ മോംസ്, പ്രഗ്നൻ്റ് ആയിട്ട് ഉള്ളവർ, അതുപോലെ തന്നെ ഫസ്റ്റ് ബേബീസ് ഒക്കെ ഉള്ളവർക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. സോ ബേസിക്കലി നമുക്കിപ്പം നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ട് വാവിനെ കിട്ടുമ്പോൾ ഫസ്റ്റ് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ്. ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. നമ്മളെങ്ങനെ കുളിപ്പിക്കുന്ന കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. അപ്പം അതെന്ന് പറഞ്ഞാൽ നോർമലി ഡോക്ടേഴ്സ് അടക്കം പറയുന്നതെന്ന് വെച്ചാൽ പുക്കിൾ കൂടി പോന്നണം വരെ നമുക്ക് ടവൽ വെച്ച് വൈപ്പ് ചെയ്താൽ മതി. അതും നമ്മൾ വൈപ്പ് ചെയ്യുമ്പോൾ തണുത്ത വെള്ളം, അതുപോലെ തന്നെ എന്താ പറയുന്നത്, തണുത്ത വെള്ളവും ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ക്ലീൻ വൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് അതും നമ്മളെപ്പോഴും തിളപ്പിച്ചാറിച്ച് വെള്ളം യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും അവരെ കുളിപ്പിക്കുന്നതിന്. അത് കുറച്ചൊന്ന് ആവുന്നിടം വരെ. ഇപ്പം ഭാവിക്ക് ഇവിടെ 11 months ആവുന്നു, 10 months ആണ്, 11 months ആവാറായി. അപ്പോൾ ദാറ്റ് ഈസ് ലൈക്ക് 1 year ആവാറായിട്ട് നമ്മൾ തിളപ്പിച്ചാറിച്ച വെള്ളത്തിനാണ് കുളിപ്പിക്കുന്നത്. സോ
കാരണം എന്താ, ബിക്കോസ് ഇവർക്ക് വാക്സിൻ എടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ ഇവരുടെ ഇമ്മ്യൂണിറ്റി നോക്കണം അല്ലെ. അപ്പൊ ഇമ്മ്യൂണിറ്റി വരുന്നതേ ഉള്ളൂ. നമ്മളെപ്പോലെ എല്ലാ വാക്സിൻ ഫുള്ളി ഇമ്മ്യൂൺ അല്ല. സോ ടു ടേക്ക് കെയർ ഓഫ് ഓൾ ദാറ്റ്. അപ്പം എസ്പെഷ്യലി അപ്പം നമ്മൾ ഈ തിളപ്പിച്ചാറിച്ച വെള്ളത്തിൽ വേണം അവരെ കുളിപ്പിക്കാനായിട്ട്. അപ്പം ഫസ്റ്റ് ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ തുടച്ചെടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പം ചിലവരുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ അവർ പുക്കിൽ കൂടി പോവാറുണ്ട് ഈ ബേബീസിന്. അപ്പം അങ്ങനെയാണെങ്കിൽ ഡോക്ടേഴ്സ് പറയും നമുക്ക് ബാവിനെ കുളിപ്പിക്കാന്ന് പറയും. കാരണം നമുക്കൊരു 3 to 4 days അല്ലെങ്കിൽ വാവെ ഡെലിവർ ആയതിനു ശേഷം അമ്മയോ ബേബിയോ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടിട്ട് ഇപ്പം അവർക്ക് അവിടെ കിടക്കേണ്ട വന്നാൽ, ഹോസ്പിറ്റലിൽ കിടക്കേണ്ട വന്നാൽ നമ്മൾ അവിടെ വെച്ച് തന്നെ കുളിപ്പിക്കേണ്ടത്. അപ്പൊ അതിന് നമ്മൾ എല്ലാ സാധനവും റെഡി ആയിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ എൻ്റെ ബേബി ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു 2 weeks കഴിഞ്ഞിട്ടാണ്, ആ 2 weeks അടുപ്പിച്ച് ആവാറായപ്പോഴാണ് പുക്കിൽ കൂടി പോയത്. അപ്പം ആ ഒരു സമയത്താണ് നമ്മൾ കുളിപ്പിച്ചത്. കാരണം ഇതിനു മുന്നേ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ ഇവരുടെ പുക്കിൾ പഴുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് പിന്നീട് വീണ്ടും പ്രോബ്ലം ആയിട്ട് വരും. അപ്പം പഴുക്കുകയാണെങ്കിൽ പിന്നെ പഴുത്തിട്ട് പിന്നെ ചിലവരുടെ ഒക്കെ ചില ബേബീസിൻ്റെ എന്താ പറയുന്നത് ഒരു സ്വെല്ലിങ് പോലൊക്കെ അവരുടെ ബെല്ലി ബട്ടണിൽ വരും. അപ്പം അതൊക്കെ തടയാനായിട്ട് നമ്മൾ ഈ പുക്കിൽ കൂടി പോകുന്നിടം വരെ നമുക്ക് ഈ ഒരു തുടച്ചെടുത്താൽ മതിയാവും. അപ്പം തുടച്ച് എടുത്താൽ മതിയാവും. അതുപോലെ തന്നെ അതാണ് ആദ്യത്തെ കാര്യം. അപ്പം അതിനുശേഷം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വാവിനെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയതിന് ശേഷം ഇപ്പം പുക്കിൽ കൂടി പോയി, അല്ലെങ്കിൽ അവിടെ വെച്ചാണെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ചാണെങ്കിൽ പുക്കിൽ കൂടി പോയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ കുളിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ കെയർ. അതുപോലെ തന്നെ അവരുടെ ബോഡി കെയർ ചെയ്യുന്നതാണ്. അപ്പം ആ ഒരു ടിപ്സാണ് ഞാൻ പറയാൻ വിചാരിച്ചത്. അപ്പം നമ്മൾ ഹെയർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ബേബീസിൻ്റെ ഹെയർ എന്ന് പറയുന്നത് ചിലവർക്ക് തിൻ സോഫ്റ്റ് ലിറ്റിൽ ഹെയറേ ഉണ്ടാകത്തുള്ളൂ, ചിലവർക്ക് ഒത്തിരി ഹെയർ ഉണ്ട്. അപ്പം എൻ്റെ ബേബി ആണെങ്കിൽ ആ ഒരു എൻ്റെ സിസേറിയനായിരുന്നു. അപ്പം സിസേറിയൻ റൂമിൽ ഇങ്ങനെ കാണിച്ച് എനിക്ക് എപ്പോഴും അത് എൻ്റെ മൈൻഡിലുണ്ടാവും. ഫുൾ നല്ല കേർലി ഹെയർ ആയിട്ടാണ് വാവിനെ കാണിച്ചത്. അപ്പം അങ്ങനത്തെ ഹെയർ ഒക്കെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാനും കുറച്ച് പാടാണ് ആ ഫസ്റ്റ് സമയത്തൊട്ടെ. ചില ബേബീസിന് ഈ താഴത്തെ പോർഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ താഴത്തെ പോർഷൻ പതുക്കെ പതുക്കെ ആയിരിക്കും വരുന്നത്. അത് പതുക്കെ പതുക്കെ അവർക്ക് ഹെയർ വളരും. ഓക്കെ. അപ്പം നമ്മൾ ഹെയർ എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് സ്വെറ്റ് ചെയ്യും. അപ്പം നമ്മളെ പോലെ തന്നെ അവർ സ്വെറ്റ് ചെയ്യും. അപ്പം എന്താന്ന് വെച്ചാൽ നമ്മൾ അവരുടെ ആ ഒരു കൂളിംഗ് ഇഫക്റ്റ് നമ്മൾ കൊടുക്കണം. അപ്പം ആദ്യത്തെ ഒരു 2 weeks കുറച്ചൊരു സമയം വരെ, ഒരു 1 month അടുക്കാറാവുന്നത് വരെ നമുക്ക് ടവലിലൊക്കെ പുതിയാം. പക്ഷെ ടവലെന്ന് പറയുന്നത് അഗൈൻ നമ്മളുടെ ഒരു ഇവിടുത്തെ ഒരു ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്ലൈമറ്റ് തണുപ്പാണെങ്കിൽ അതിനനുസരിച്ച് ഇപ്പം മെയിൻലി ഇപ്പം ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് തണുപ്പാണെങ്കിൽ പോലും മഴയാണെങ്കിൽ പോലും ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ഹ്യൂമിഡ്, ഒരു വിയർക്കുന്ന ഒരു ക്ലൈമറ്റാണ് അല്ലേ. അപ്പം അത് നമ്മളെ പോലെ തന്നെ നമ്മളെ പോലെ തന്നെയാണ് അവരെന്ന് നമുക്കൊരു ബോധ്യം വേണം. അപ്പം ഈ ഒരു ചൂട് സമയത്ത് നമ്മൾ ഒരിക്കലും അവരെ വലിയൊരു ചാവലിനകത്തൊക്കെ ഇട്ട് പൊതിഞ്ഞ് കിട്ടി വിയർത്ത് ഭയങ്കര ഒരു എന്താ പറയുന്നത് അവരുടെ ബോഡിയിൽ നിന്ന് സ്വെറ്റ് ചെയ്ത് വെള്ളമെല്ലാം പോയി പിന്നെ ഒരു എന്താ പറയുക അവരുടെ തലകറക്കം പോലെ ഈ ഭയങ്കരമായിട്ട് അവരങ്ങ് ഡീഹൈഡ്രേറ്റ് ആയിപ്പോൾ നമുക്ക് തല ചുറ്റലൊക്കെ വരുന്ന പോലെ വെള്ളം കുടിക്കാതെ. അപ്പം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വൈറ്റ് കോട്ടൺ ക്ലോത്ത് ഒക്കെയാണ് ഏറ്റവും ബെറ്റർ. ആദ്യത്തെ സമയത്ത് എനിക്കും ഇത് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാനും ഈ കട്ടിയുള്ള കുറച്ച് കട്ടിയുള്ള ടവലിലൊക്കെ പൊതിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നീടാണ് ഞാൻ ഇങ്ങനെ പഠിച്ചു വന്നപ്പം കുറച്ചും കൂടെ ചില ടവൽസ് ഒക്കെ കുറച്ച് ഇലാസ്റ്റിസിറ്റി ഒക്കെ ഉള്ള ടവൽസ് തിന്നായിട്ടുള്ള നമുക്ക് കിട്ടും. അതും ആ ഒരു തണുപ്പുള്ള സമയത്ത് കുഴപ്പമില്ല. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് ക്ലോത്ത് എടുത്ത് നമ്മൾ അതിൽ റാപ്പ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. ബിക്കോസ് കോട്ടൺ എന്ന് പറഞ്ഞാൽ ബ്രീത്തബിൾ ഫാബ്രിക് ആണ്. അപ്പം അത് അവർക്ക് നല്ലതാണ്. അതാണ് ഒരു കാര്യം. അതുപോലെ തന്നെ ഹെയർ എന്ന് പറയുമ്പോഴത്തേക്കും
ഫസ്റ്റ് ക്രാഡിൽ ക്യാപ്പ് എന്ന് പറയുന്ന ഡാൻഡ്രഫ് പോലെ തോന്നിക്കുന്ന ഓരോരോ എന്താ പറയുന്നത് ഇങ്ങനെ ബംസ് പാച്ചസ് പോലെ അവർക്ക് തലയിലുണ്ടാവും. അപ്പം നമ്മളത് ഒറ്റയടിക്ക് എല്ലാം കൂടെ പറിച്ചെടുത്ത് കളയുന്നവർക്ക് എന്താ പറയുക ഇൻഫെക്ഷൻസും കാര്യങ്ങളും വരും. അതുപോലെ തന്നെ ഒത്തിരി നഖം വെച്ചിട്ട് ചിലർ ചുരണ്ടിയൊക്കെ കളയുന്നുണ്ട്. അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ ഒത്തിരി ഹാർഡ് ബ്രഷസ് ഇട്ട് കോംബ് ചെയ്യരുത്. നമുക്ക് ഡോക്ടേഴ്സ് അടക്കം പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചെറുതായിട്ട് അവരുടെ സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ള ബ്രഷസ് കിട്ടും. അത് യൂസ് ചെയ്ത് നമുക്ക് പതുക്കെ അത് കോംബ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ക്രാഡിൽ ക്യാപ്പ് എല്ലാം പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരെ വൺസ് ഇൻ എ വീക്ക് ഷാംപൂ ചെയ്യാം. അതുപോലെ തന്നെ ട്വൈസ് അല്ലെങ്കിൽ ഡെയിലി ഹെയർ ഓയിൽ ചെയ്യുന്നവരും ഉണ്ട്. അപ്പം ഞാൻ ട്വൈസ് ഇൻ എ വീക്കാണ് ഓയിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു എണ്ണമയം ഉണ്ടാകുമ്പോൾ ഒരു ഹെൽത്തി ഹെയറും കിട്ടും, അവർക്ക് ഹെഡിനും എല്ലാം നല്ലൊരു മസാജിങ് എഫക്റ്റും കിട്ടും. അതുപോലെ തന്നെ ഈ അഴുക്കെല്ലാം കളയാനായിട്ട് നമ്മൾ വൺസ് ഇൻ എ വീക്ക് ഷാംപൂ ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം അതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നിങ്ങൾക്ക് ട്രയൽ ആൻഡ് എറർ നിങ്ങൾക്കും ടെസ്റ്റ് ചെയ്യാം. അപ്പം ഇതാണ്. അപ്പം ഫസ്റ്റ് സമയത്ത് ഞാനൊരു തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ, അപ്പം വാവുകൾക്ക് ഷാംപൂ ഒക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും ആദ്യത്തെ സമയത്ത് കുറച്ച് ഡിലേ ആക്കിയിട്ടുണ്ട് ഷാംപൂ. അപ്പോൾ അത് നല്ലതല്ല. അതുപോലെ തന്നെ നമ്മൾ എസ്പെഷ്യലി ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ കാണാൻ പറ്റും ഇവർ ഒത്തിരി എനർജി ഒക്കെ എടുത്തിട്ടാണ് പാൽ കുടിക്കുന്നത്. അപ്പം തന്നെ ഇവരുടെ എന്താ പറയുന്നത് ഹെയറും ഫോർഹെഡും ഫുൾ ഹെഡ് തന്നെ സ്വെറ്റ് ചെയ്യും. അപ്പം അത്രയും സമയം നമ്മൾ അറിയാം, നമ്മളൊരു 2 hour ഗ്യാപ്പിലാണ് ഇവർക്ക് ആദ്യത്തെ സമയത്ത് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത്. അപ്പം അവരുടെ തലയൊക്കെ അത്രയും സ്വെറ്റ് ചെയ്യായിരിക്കും. അപ്പം നമ്മളെപ്പോഴും ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ട്വൈസ് കുളിപ്പിക്കുന്നത് നല്ലതാണ്. പക്ഷേ നമുക്ക് അത് കുളിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും ഈക്വലി എന്താ പറയുന്നത് ന്യൂ മോംസിന് അത് ഭയങ്കര ഒരു പെയിൻഫുൾ പ്രോസസ്സാണ് അല്ലേ. എസ്പെഷ്യലി സിസേറിയൻ എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് 3 months എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് ആ ഒരു പെയിൻ പോകാനായിട്ട് കുറച്ച് ടഫായിട്ടുള്ള ഒരു പീരീഡാണ്. അപ്പം ആ സമയത്ത് നമുക്ക് ഒത്തിരി എഫേർട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 2 times കുളിപ്പിക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇല്ലെങ്കിൽ വൺസ്. ഇപ്പം ഞാൻ ആക്ച്വലി ഇവിടെ കൂടുതലും ഫോളോ ചെയ്തിട്ടുള്ള വൺസ് ആണ്. അതും ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ, അതായത് ഒരു 6 to 7 o'clock 6-7 o'clock ആകുമ്പോഴത്തേക്കും കുളിച്ച് ഫുഡ് കൊടുത്തിട്ട് അപ്പോഴത്തേക്കും ആ ഒരു ഉറക്കം വരും. അങ്ങനെ കിടന്ന് ഉറങ്ങും. പിന്നെ രാവിലെ ആയിരിക്കും എഴുന്നേക്കുന്നത്. അതുപോലെ അവരുടെ സ്ലീപ്പ് സൈക്കിൾ പതുക്കെ മാറും. ആദ്യത്തെ ഒരു എന്താ പറയുന്ന ഒരു 3 months അല്ലെങ്കിൽ 4 months ചെറിയ കരച്ചിലൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ അവർ രാത്രി കൂടുതൽ ഉറങ്ങും. പിന്നെ ഒരു 6-7 months കഴിഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ അവർ അത്രയും ടൈം ഒരു എന്താ പറയുന്നത് 6 to 8 hours അവർ ഫുൾ സ്ലീപ്പ് അവർക്ക് കിട്ടും. അപ്പോൾ ഹെയർ നമ്മളങ്ങനെ ടേക്ക് കെയർ ചെയ്യുക. ഇപ്പോൾ ഇവിടെ വാവയ്ക്കെന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്വെല്ലിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യും. അപ്പോൾ ഞാനതൊരു വട്ടം നോക്കിയപ്പോൾ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഇത്ര ഹെയർ ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനും ഭയങ്കര പാടാണ്. ഇത്ര ഹെയർ ഉള്ള ബേബീസ് ഉണ്ടെങ്കിൽ എസ്പെഷ്യലി നമ്മൾ എപ്പോഴും അവരുടെ സ്കാൽപ്പിലൂടെ ഇങ്ങനെ തല ഓടിച്ച് പോകണം. കാരണം എന്തെങ്കിലും എക്സ്ട്രാ ഡാൻഡ്രഫ് ആണെങ്കിലും ചെറുതായിട്ട് നമുക്കത് കോംബ് ചെയ്തൊക്കെ മാറ്റാൻ പറ്റും. ഈ പറയുന്ന ക്രാഡിൽ ക്യാപ്പ് കാര്യങ്ങളോ അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും അവർക്ക് ഇപ്പം തലയിൽ എന്തെങ്കിലും കൊണ്ടാൽ പോലും, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഈ ബോഡിയിൽ കാണുന്ന പോലെ അത്രയും കാണാൻ പറ്റത്തില്ലല്ലോ മുടി ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ എന്തെങ്കിലും എന്താ പറയുക മുറിവോ കാര്യങ്ങളോ ബംസോ മുഴയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ അവരുടെ ഹെയറിൽ കൂടി ഇങ്ങനെ ഒന്ന് കൈ ഓടിക്കുന്നത് നല്ലതായിരിക്കും. കാരണം മുടി ഇല്ലാത്ത ബേബീസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെയല്ല മുടിയുള്ള ബേബീസ്. അതുപോലെ തന്നെ അവളിങ്ങനെ സ്ക്രാച്ച് ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് ടോർച്ചൊക്കെ അടിച്ച് നോക്കിയപ്പോഴത്താണ്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ടോർച്ച് അടിച്ച് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ഒന്ന് തൊട്ട് നോക്കിയപ്പോഴാണ് ചെറിയൊരു സ്വെല്ലിങ് പോലെ ഉണ്ട്. അപ്പം നമ്മൾ നെക്സ്റ്റ് ടൈം പീഡിയാട്രീഷ്യനെ കണ്ടപ്പോഴത്തേക്കും നമ്മളിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെറിയൊരു ഇതുപോലെ ഉണ്ട്, ഇടയ്ക്ക് ചൊറിയുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ചെറിയൊരു സ്വെല്ലിംഗ് ഉണ്ട്, അത് കുഴപ്പമുണ്ടോ നമ്മൾ ചോദിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞത് കുഴപ്പമില്ല, അത് ഈ ഒരു
ബേബീസിൽ കാണാറുണ്ട്. ഈ ഒരു ചില ബേബീസിന് സ്കാൽപ്പൊക്കെ നമ്മളെപ്പോഴും എന്താ പറയുന്നത് ക്ലിയർ ചെയ്ത് ഇച്ചിരി എന്താ ഈ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്ത് നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് കൊണ്ട് പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്വെല്ലിങ് ബാക്കിൽ ഇങ്ങനെ വരും. അപ്പം അത് ആക്ച്വലി നിങ്ങൾ ആദ്യമേ നോക്കിയാൽ നല്ലതായിരിക്കും. കാരണം ഈ പറയുന്നതിന് തൊട്ട് വൺസ് എ വീക്ക് ഒക്കെ ഷാമ്പൂ ഇട്ട് ഭയങ്കര എന്താ പറയുന്നത് നീറ്റായിട്ട് എന്താ ഡേർട്ട് ഫ്രീ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ എസ്പെഷ്യലി ഇത്രയും മുടിയുള്ളവർ. അപ്പം അതാണ് ഒരു കാര്യം. അപ്പം ചിലപ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യാൻ എന്താ പറയുന്നത് കുറച്ച് ടൈം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ നോക്കിയാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ അവർക്കൊരു എന്താ ഒരു കുഴി പോലത്തെ സംഭവമുണ്ട് ഇവിടെ, ഫോർഹെഡിലും ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിലും ഉണ്ട്. അപ്പം അതെന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അത് തൊടാനോ അല്ലെങ്കിൽ മാതാനോ അവിടെ എക്സ്ട്രാ അപ്പം ചീവുകയാണെങ്കിൽ പോലും മുടിയൊക്കെ ചീവുമ്പോൾ നമ്മൾ അവിടെ പ്രസ് ചെയ്യാനോ അവിടെ കൂടെ പോവാ ഒന്നും ചെയ്യരുത്. ഇവിടെയും കാരണം ഈ സൈഡിലും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവരുടെ രണ്ട് സ്കള്ളിങ്ങനെ അടുക്കുന്ന ടൈമാണ്. അപ്പോൾ ഇവരുടെ ബ്രെയിനിലോട്ടുള്ള ആ ഒരു ഡെപ്ത് കവർ ആവത്തേ ഉള്ളൂ. അപ്പം കാരണം അവർ ബേബീസ് ആണല്ലോ, അപ്പോൾ അവരുടെ വളർച്ചയനുസരിച്ച് ഈ സ്കള്ള് അടുക്കത്തേ ഉള്ളൂ. ആ ഒരു സമയത്ത് എന്തെങ്കിലും ഇവിടെ നമ്മൾ പ്രഷറോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് വേറെ ബുദ്ധിമുട്ടായിട്ട് വരും, പ്രശ്നങ്ങളായിട്ട് വരും. അപ്പം നമ്മളത് ടേക്ക് കെയർ ചെയ്യണം കോംബ് ചെയ്യുമ്പോഴെല്ലാം. അതുപോലെ തന്നെ ഇപ്പം അവർ വീഴുവാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്കറിയാൻ പറ്റും. ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ തൊട്ട് നോക്കുവാണെങ്കിൽ കുഴിയുടെ അവിടെ ഇങ്ങനെ മുഴയുണ്ടെങ്കിൽ നമുക്കത് ഹോസ്പിറ്റലിൽ പോകണമെന്നാണ് അർത്ഥം കേട്ടോ. അതാണ് ഒരു കാര്യം. അതുപോലെ തന്നെ ഹെയർ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫേസ്, അതായത് ഐസ്, നോസ്, മൗത്ത്, ഇയർ, ഇത്രയും എൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഈച്ച് വൺ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളിപ്പം അതുപോലെ തന്നെ ഐബ്രോസ്. ഇപ്പം ഈ ഒരു കേരളത്തിലുള്ളവർ കൂടുതലും ഐബ്രോസ് എഴുതി പൗഡറൊക്കെ ഇടുന്നവരാണ്. അപ്പം ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് ഒരിക്കലും ഇങ്ങനത്തെ പൗഡർ എന്ന് പറയുന്നത് ഡസ്റ്റാണ്. അപ്പം ഈ ഡസ്റ്റൊക്കെ അവരുടെ മൂക്കിൽ കയറി ആസ്മയും ഈ പറയുന്നതിൻ്റെ കൂട്ട് ഡസ്റ്റ് അലർജിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അവരുടെ അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഓർഗൻസും എല്ലാമാണ്, ലങ്സും എല്ലാം ആണ്. അപ്പം നമ്മൾ ഇത്രയും എന്താ പറയുന്ന ഹാർഷായിട്ടുള്ള പൗഡേഴ്സ്. അപ്പം നമുക്കറിയാം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മസാല ഒക്കെ ഇപ്പം ഫുഡൊക്കെ ഉണ്ടാക്കാൻ എടുക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ തുമ്മും അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പം എന്തെങ്കിലും പൊടികൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൂക്കിൽ കയറിയിട്ട് തുമ്മും. അപ്പം എന്തെങ്കിലും അരിപ്പൊടി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടി ആയിക്കോട്ടെ, പെപ്പർ ആയിക്കോട്ടെ, വാട്ടെവർ, അത്രയും ചെറിയ പൗഡേഴ്സൊക്കെ ഇവരുടെ മൂക്കിൽ കയറി ഇവർക്ക് ഇൻഫെക്ഷൻസും ഒത്തിരി പ്രശ്നങ്ങളും ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം എനിക്കാണെങ്കിലും ഈ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉള്ള ആളാണ്, ഡസ്റ്റ് അലർജി. അപ്പം ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യണം. എനിക്ക് ഓർമ്മയില്ല, സത്യപ്പെട്ട ഞാൻ ചെറുപ്പം തൊട്ടേ അങ്ങനെ പൗഡേഴ്സ് യൂസ് ചെയ്യുന്ന ആളേ അല്ല. അപ്പം പക്ഷെ നമുക്കറിയാം ഇപ്പം ചില പ്രായമുള്ളവരാണെങ്കിലും യൂസ് ചെയ്യും. അപ്പം അവർ യൂസ് ചെയ്യുന്ന പോലെ അല്ല നമുക്കിപ്പം ചെറിയ ബേബീസിൻ്റെ ആ ഒരു സെറ്റിനകത്തൊക്കെ എപ്പോഴും പൗഡേഴ്സൊക്കെ വരുമെങ്കിലും ഫുള്ളി നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഈ പൗഡർ അപ്പം പിന്നെ എന്തോ ചെയ്യുമെന്ന് നമുക്ക് വേറെ യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ വിചാരിക്കും. അപ്പം അതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ഡയപ്പർ റാഷോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബാക്ക് സൈഡിൽ ബട്ടക്സിൽ നമുക്ക് കുറച്ച് പൗഡറൊക്കെ ഇടാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാട്ടർ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് ഈ യൂറിൻ ഒക്കെ പാസ് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ പൗഡർ ഇട്ടിട്ട് നമ്മൾ ഈ ഡയപ്പർ ഇടുവാണെങ്കിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് അതുപോലെ തന്നെ ഇവരുടെ ബോഡിയിൽ പെട്ടെന്ന് കയറാതെ ഈ എന്താ പറയുന്നത് വെള്ളവും ജെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് കയറാതെ ഒരു ലെയർ പൗഡറിൻ്റെ ഉണ്ടെങ്കിൽ അതൊരു സേഫ്റ്റി ആയിട്ട് വെക്കാം. പക്ഷെ അതൊന്നും ഒരിക്കലും അത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം, അത് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ആവശ്യത്തിന് മാത്രം ആ ഒരു ടൈമിൽ മാത്രം യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന കാജലും അങ്ങനത്തെ ഐബ്രോസ് എഴുതുന്നതും കണ്ണെഴുതുന്നതും എല്ലാം ഈ കൊച്ചു പ്രായം തൊട്ട് ജനിച്ച് വീഴുന്ന പിള്ളേരെ തൊട്ട് എഴുതി
ഡെയിലി എഴുതിയാലേ പിരികം വളരത്തുള്ളൂ, അങ്ങനത്തെ ഒരു തോട്ട്സ് ഉള്ള പേരൻസും എപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊരിക്കലും ഈ എത്ര ഹോം മെയ്ഡാണ്, എത്ര നല്ലതെന്ന് പറഞ്ഞാലും ഈ അതിനകത്തെല്ലാം കോള് അടക്കം അടങ്ങിയിട്ടുള്ള അത്രയും ഹാർഷായിട്ടുള്ള ബേബി സ്കിന്നിന് ഹാർഷായിട്ടുള്ള കെമിക്കൽസും അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസും ആണ് അതിനകത്തുള്ളത്. ഒരിക്കലും നമ്മൾ അതൊന്നും യൂസ് ചെയ്യരുത്. അതൊരു സ്പെഷ്യലി ഫസ്റ്റ് 28 ഡേയ്സ്. അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാവിന്ന് വളരുന്നതനുസരിച്ച് സ്കിന്നൊക്കെ ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം പതുക്കെ നമ്മൾ എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ ചെറുതായിട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും അതുപോലെ തന്നെ കണ്ണിന് അകത്തെന്ന് പറഞ്ഞാൽ ഐസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുവാണ് ഈ കൺമഷീനും ഈ പറയുന്ന ഹാർഷ് കെമിക്കലുമായിട്ട്. അപ്പോൾ അവരുടെ ഐസൈറ്റിനും എല്ലാം ബാധിക്കുന്ന ഒരു പേഷ്യൻസ് വരുത്തുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ എന്തെങ്കിലും ഈ പറയുന്നതിൻ്റെ കൂട്ട് കണ്ണിപ്പില് പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെറിയ കോട്ടൺ ബോൾ എടുത്തിട്ട് നമുക്കത് വൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ അല്ലാതെ നമുക്ക് ഫേസും വൈപ്പ് ചെയ്യാം, വാഷ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓൾറെഡി ഇങ്ങനെ നമ്മളെപ്പോലെ തന്നെ നമുക്കറിയാം, നമ്മളാണെങ്കിലും ഒരു 1 hour 2 hour കൂടി നമ്മുടെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എനർജിയാണ് അല്ലേ. അപ്പം ആ ഒരു എനർജി പോലെ തന്നെ അവർക്കും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കും. അപ്പം അവർക്കും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നോസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ഈ പറയുന്നതിൻ്റെ കൂട്ടി ബേബി ബഡ്സും കാര്യങ്ങളും എടുത്ത് മൂക്കിനകത്തിട്ട് എന്തെങ്കിലും അഴുക്കുണ്ടെന്ന് വിചാരിച്ചെടുത്ത് തോണ്ടി കളയാനൊന്നും നോക്കരുത്. കാരണം ഇവർ ഉറക്കത്തിലാണെങ്കിലും അവരത്രയും എന്താ പറയുന്നത്, ഒരു ഉറക്കത്തിലാണെങ്കിലും ചെറിയ ഓരോ അനക്കങ്ങളാണെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരത് പെട്ടെന്ന് റിയാക്ട് ചെയ്ത് കയ്യും കാലും ഒക്കെ എടുത്ത് തട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് മൂക്കിനകത്ത് എന്തെങ്കിലും മുറിവും കാര്യങ്ങളൊക്കെ പറ്റുന്നത്. അപ്പോൾ ഒരിക്കലും അത് എന്തെങ്കിലും ഫോറിൻ ഓബ്ജക്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ ഐറ്റംസ് മൂക്കിനകത്ത് ഇടേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ എങ്ങനെ അത് ക്ലിയർ ചെയ്യുമെന്ന് വെച്ചാൽ അത്രേ ഔട്ടറായിട്ട് എന്തെങ്കിലും അഴുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പതുക്കെ കൈയിട്ടിങ്ങനെ, അതും നെയിൽസ് ഒന്നും യൂസ് ചെയ്തിരിക്കണം മാക്സിമം. ഞാനാണെങ്കിൽ ആക്ച്വലി ഫുൾ ടൈം ഇതിപ്പോൾ ചെറുതായിട്ട് വളർന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ മാക്സിമം എപ്പോഴും ഫുള്ളി കട്ട് ചെയ്യാറാണ് പറയുന്നത്. എനിക്ക് ശരിക്കും നെയിൽസ് ഗ്രോ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ബേബി കെയർ കാരണം ഞാൻ ബേബിക്ക് നമ്മളാണ് ഏറ്റവും കൂടുതൽ അവരുമായിട്ട് അടുത്ത് നിൽക്കുന്നതല്ലേ. അപ്പം അവരാണെങ്കിലും ഇപ്പം ഈ ഒരു സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ചാടുകയും ഓടുകയും നമ്മുടെ പുറത്ത് വീഴുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമ്മളും ടേക്ക് കെയർ ചെയ്യണം അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ നെയിൽസൊക്കെ ഫുള്ളി എപ്പോഴും കട്ട് ചെയ്ത് വേണം വയ്ക്കുക. അതുപോലെ നമ്മുടെ നെയിൽസിനകത്ത് ഒരു അഴുക്കും കാണുന്നത് ഇപ്പം അവർക്ക് ഫുഡ് കൊടുക്കുമ്പോഴാണെങ്കിലും എല്ലാം. സോ അതുപോലെ തന്നെ നെയിൽ പോളിഷ്, ഇപ്പം നെയിൽ പോളിഷിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അവർക്കും നല്ലതല്ല. അവർക്ക് ഫുഡൊക്കെ വാരി കൊടുക്കുമ്പോൾ അതൊക്കെ അവരുടെ ബോഡിയിൽ എത്തുന്നുണ്ട്. ഒത്തിരി കെമിക്കൽസ്, 2-3 ടൈപ്പ് ഓഫ് കെമിക്കൽസ് അതിനകത്ത് ഓൾറെഡി ഉണ്ട്. അത് അവർക്ക് ഓരോ സ്റ്റൊമക്ക് അൾസേഴ്സും അതുപോലെ തന്നെ ഓരോരോ അസുഖങ്ങളും വരാം. അപ്പം അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ പ്രഗ്നൻസി സമയത്ത് പോലും ഞാൻ നെയിൽ പോളിഷ് യൂസ് ചെയ്തിട്ടില്ല. അൺടിൽ നൗ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അത് ഇപ്പം ലെഫ്റ്റ് ഹാൻഡിലൊക്കെ വേണമെങ്കിൽ എനിക്ക് ഇടാൻ, എന്നാൽ പോലും ഞാനിപ്പം മാറ്റി വെച്ചേക്കുള്ളൂ. ഒന്നായിട്ട് വളരുന്നിടം വരെ അതൊക്കെ ഞാനൊന്ന് നോക്കുന്നുണ്ട്. കാരണം അവരുടെ ഹെൽത്തും നമുക്ക് ഇമ്പോർട്ടൻ്റ്, അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ബോഡി ഓർഗൻസുമാണ് അല്ലേ. അതുപോലെ തന്നെ ഇപ്പം ഈ മൂക്കിൽ എന്തെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും അഴുക്കുണ്ട്, നമ്മളത് എടുക്കാനൊന്നും നോക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾക്കിപ്പോൾ നമ്മളിപ്പോൾ കുളിപ്പിക്കുന്ന സമയത്ത് തന്നെ പതുക്കെ ഫേസൊക്കെ വാഷ് ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ തന്നെ പോയിക്കോളും. അല്ലാതെ ഇപ്പം തന്നെ ഈ ഒരു സമയത്ത് ഇപ്പം അവരെന്തെങ്കിലും എക്സൈറ്റഡ് ഒക്കെ ആവുകയാണെങ്കിൽ, എസ്പെഷ്യലി തലയിലൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ കുളിപ്പിക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവും. അപ്പം ആ ഒരു സമയത്ത് മോളാണെങ്കിലും ഇങ്ങനെ മൂക്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് എയർ നമ്മളില്ല യോഗ ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിന് പുറത്ത് വന്നോളും. അപ്പം നമ്മൾ അതിനെപ്പറ്റി വെറി ചെയ്ത് എന്തെങ്കിലും എക്സ്ട്രാ ഫോറിൻ ഓബ്ജക്ട്സ് ഇട്ട് അവർക്കും കൂടെ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ആക്കരുത്. അതുപോലെ തന്നെ
ഇയേഴ്സും അതുപോലെ തന്നെ എന്താ ഒരു ബേബി ബേർഡ്സും അങ്ങനത്തെ ഒരു സാധനങ്ങൾ നമ്മൾ അകത്തിട്ട് തോണ്ടാൻ പോകുമ്പോഴായിരിക്കും ഇവർ എന്തെങ്കിലും മൂവ്മെന്റ് ചെയ്ത് പിന്നീട് അത് വീണ്ടും ഭയങ്കര പ്രശ്നമാവും. അപ്പം അതും നമ്മൾ ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ ഇയർ നല്ലപോലെ നോക്കണം. കാരണം നമ്മളെപ്പോഴും വിട്ടുപോകുന്നൊരു ഏരിയ ആണ് നമ്മൾ ഹെഡൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിലും ബിഹൈൻഡ് ഇയേഴ്സ്. ഈ ബിഹൈൻഡ് ഇയേഴ്സ് നമ്മളെപ്പോഴും എന്താ പറയുക, ബേബീസിന് ഇങ്ങനെ ഇയർ മാറ്റിയിട്ട് നമ്മൾ അവിടെ സോപ്പ് ആൻഡ് വാട്ടർ യൂസ് ചെയ്ത് ക്ലിയർ ചെയ്യണം. അപ്പം ഇത് എന്താ ഈ ഇയേഴ്സിൻ്റെ പുറയിലാണെങ്കിലും അതുപോലെ തന്നെ ഈ ഓരോരോ ലെയേഴ്സിലാണെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലാണെങ്കിലും ഇവർക്ക് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളത് സോപ്പ് ആൻഡ് വാട്ടറൊക്കെ യൂസ് ചെയ്ത് കഴുകുമ്പോഴായിരിക്കും നമുക്ക് അറിയുന്നൊക്കെ ഇത്രയും അഴുക്കുകൾ ഇവിടെയും വരുന്നുണ്ട്. അപ്പം നമ്മളതും ഇൻഫെക്ഷൻ ഒന്നും ആവാതെ നോക്കണം. അതുപോലെ തന്നെ ഈ പറയുന്നതിൻ്റെ കൂട്ട് നമ്മൾ ഒന്നും എടുത്ത് ചെവിക്കകത്ത് ബേബീസിൻ്റെ ഇട്ട് വാക്സും കാര്യങ്ങളൊന്നും എടുക്കാൻ നോക്കരുത്. എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുവാണ്, ഇപ്പം ചില ബേബീസിന് ഇപ്പം പനിയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഈ വാക്സ് ഏരിയ ഒക്കെ പഴുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്താണ്, പഴുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ മൂക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവരുടെ ഇയേഴ്സിൻ്റെ അടുത്ത് വെച്ചൊന്ന് സ്മെല്ല് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ആ ഒരു പഴുപ്പിൻ്റെയോ അങ്ങനത്തെ എന്തെങ്കിലും ഡിഫറെൻറ്റ് സ്മെല്ലുണ്ടെങ്കിൽ നമ്മൾ പീഡിയാട്രീഷ്യനെ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഈ ENT-നെയോ നമുക്ക് കാണിക്കാം. ആക്ച്വലി എനിക്കിങ്ങനെ ഒരു ഡൗട്ട് വന്നിട്ട്, കാരണം അവർക്ക് പെട്ടെന്നൊരു വാക്സിൻ്റെ ഒരു സംഭവം പുറത്തോട്ട് ഇങ്ങനെ വന്ന് ഒരു നോർമലി ഒരു ഹാർഡായിട്ട് വാക്സ് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഈ അറ്റത്ത് വന്ന് നമുക്ക് അറ്റത്തൊക്കെ വന്നിരിക്കുന്നത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കാം. അത് നോർമലി ഹാർഡായിട്ടാണ് വരുന്നത്. പക്ഷെ ഒരു ദിവസം കുളിപ്പിച്ചിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് സോഫ്റ്റ് വാട്ടർ ആയിട്ട് വന്നപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനായിപ്പോയി. അപ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആക്ച്വലി ENT കാണിച്ചു. അപ്പോൾ ENT ആക്ച്വലി വാക്സ് ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തു. അപ്പം ആ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം അവരാണെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു സ്റ്റീലിൻ്റെ ഒരു റോഡ് തിൻ റോഡിൻ്റെ ചുറ്റും ഒരു റോളും അതുപോലെ തന്നെ അത് കുറച്ച് മെഡിസിൻ ഒക്കെ ഇട്ടെടുക്കുമ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ അവരെ ഒന്ന് ചുമ്മാ കയ്യിൽ പിടിച്ച് തന്നെ അവർക്ക് നല്ലൊരു മൂഡ് അല്ലെങ്കിൽ അവർ കരയും. അപ്പം ഇത് അങ്ങനെ നമ്മൾ പിടിക്കുകയും വേണം, അവരുടെ കയ്യൊന്നും തട്ടുകയും ചെയ്യരുത്. എന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അത്രയും കരച്ചിൽ എൻ്റെ ലൈഫിൽ ഞാൻ ഇന്ന് വരെ ബേബി ഉണ്ടായതിനു ശേഷം അവൾ ഇത്രയും കരഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമാണ് എനിക്ക് ഓർമ്മ വരുമ്പോൾ. പക്ഷെ അങ്ങനെ നമ്മൾ പോയതുകൊണ്ട് നമുക്കൊരു സമാധാനമുണ്ട്. കാരണം ഇൻഫെക്ഷനൊന്നും ആയിട്ടില്ലായിരുന്നു, ജസ്റ്റ് വാക്സ് ഉണ്ടെന്നേ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരിക്കലും എക്സ്ട്രാ എന്തെങ്കിലും ബേബി ബഡ്സും കാര്യങ്ങളും വെച്ചിട്ട് ഒന്നും അത് ഇടരുത്. അതാണ് ഒരു കാര്യം. അതുപോലെ തന്നെ അതാണ് ഇയറിൻ്റെ കാര്യം. അതുപോലെ തന്നെ എനിക്കൊരു സമയത്ത് ഇയറിൻ്റെ ബാക്കിൽ ബേബിയുടെ ഇൻഫെക്ഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2 ഇയറിൻ്റെ. അത് ഇവിടെ ഈ ഒരു എസ്പെഷ്യലി ഈ 2024 ഒരു എന്താ പറയുന്ന ഒരു മെയ് ജൂൺ ജൂലൈ ഒരു സമയത്ത് ഭയങ്കര ചൂടായിരുന്നല്ലേ. അപ്പം നമ്മളാണെങ്കിൽ ഭയങ്കര ചൂട്, നമുക്ക് ഡ്രസ്സ് പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇവിടെ തണുപ്പുണ്ട്, പക്ഷേ മഴയുണ്ട് തണുപ്പുണ്ടെന്ന് പറഞ്ഞാൽ പോലും രാത്രിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂടാണ്, നമ്മൾ വിയർക്കും. അപ്പോൾ വാവേനെ ഡ്രസ്സൊന്നും ഇടിക്കാതാണ് കിടത്തിയിരിക്കുന്നത്. അപ്പം തണുപ്പുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഇടും. അതുപോലെ തന്നെ കോട്ടൺ ഡ്രസ്സാണ് ഇപ്പം ഏറ്റവും ബെറ്റർ. ഒരിക്കലും നമ്മൾ ഈ ഒരു സമയത്ത് ആ ഒരു ടീഷർട്ട് പോലത്തെ മെറ്റീരിയൽ നമ്മളിടുമ്പം നമുക്ക് എന്ത് ഫീൽ ചെയ്യും, അത്രയും സ്വെറ്റി ആയിട്ടുള്ള എന്താ ഫാബ്രിക്സ് ഒന്നും നമ്മൾ അവർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. കോട്ടൺ ആണ് എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ഫോർ ബേബീസ്. നമുക്കാണെങ്കിലും അത് തന്നെ ബ്രീത്തബിൾ ഫാബ്രിക് ആണ്. അതുപോലെ തന്നെ അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളത് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ഞാൻ ഒരു വട്ടം ഇങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ബാക്കിൽ ഇങ്ങനെ ഷൈൻ ചെയ്യുന്നു, ഈ ഇയറിൻ്റെ ബാക്കിൽ വാവയുടെ. എന്നിട്ട് കുറച്ച് ചുമന്ന് കിടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് പോവോ, അതെന്താ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അത് കൂടുക. അങ്ങനെ പിന്നെ നമ്മൾ പെട്ടെന്ന് പോയി പീഡിയാട്രീഷ്യനെ കണ്ടു. അപ്പോൾ ഓയിൻമെൻ്റ് ഒക്കെ തന്നു. അതുപോലെ തന്നെ ആ ഒരു ചൂട് സമയത്ത് വരുന്നതാണ് കഴുത്തിലും അതുപോലെ തന്നെ ഡയപ്പറിൻ്റെ റാഷ് പോലെയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ഞാൻ ക്ലോത്ത് ഡയപ്പറാണ് യൂസ് ചെയ്തത്. അപ്പം നമ്മൾ ആക്ച്വലി ചൂട് സമയത്ത് എസ്പെഷ്യലി ക്ലോത്ത് ഡയപ്പർ
യൂസ് ചെയ്യരുത്. നമ്മൾ ചെയ്യുവാണെങ്കിൽ തന്നെ കുറച്ചൊരു നോർമൽ ഒരു കൂൾ ക്ലൈമറ്റിൽ ആയിരിക്കും അത് ബെറ്റർ. കാര്യം പറയുവാണെങ്കിൽ അപ്പം ആദ്യത്തെ സമയം നമ്മൾ പാലാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ നമുക്കൊരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് ഗംസ് ഒക്കെ ഒന്ന് തുടയ്ക്കാം. പക്ഷെ സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ എന്താണ് എപ്പോഴും പറ്റാറില്ല. നമുക്ക് ചെയ്യാനും പാടാണ്. എനിക്ക് പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ. എപ്പോഴും ഭയങ്കര പാടാണ്. ഇപ്പം 2 കുഞ്ഞു പല്ല് വന്നിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ചെറിയ സിലിക്കോൺ ഫിംഗർ ബ്രഷ് ഉണ്ട്. ഇവിടെ ചെറിയ ബ്രസിൽസ് ഉള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ അവർക്ക് കൊടുക്കാതെ ഞാൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അതുപോലെ കുറച്ചൊന്നായി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടെ ബേബി ബ്രഷും അതുപോലെ തന്നെ കുഞ്ഞു ടൂത്ത് പേസ്റ്റൊക്കെ യൂസ് ചെയ്യും. അത് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് എനിക്ക് തോന്നുന്നു അതിനകത്ത് ടൂത്ത് പേസ്റ്റിൻ്റെ ഏജ് ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ 2 years പ്ലസ് ആയിരിക്കും. കാരണം അത് കുറച്ച് എഡിബിൾ ആണ്. അതായത് അവർ ഇച്ചിരി ഒന്ന് അകത്ത് പോയാൽ കുഴപ്പമില്ലാത്ത ടൈപ്പ് ഓഫ് ബ്രഷ് വെച്ച് അവരെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മെയിനായിട്ട് നമ്മളിപ്പം സ്പെഷ്യലി ഇൻഫൻസ് ആണെങ്കിലും ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മളെപ്പോഴും പാല് കൊടുത്തിട്ട് ഏരിയ എല്ലാം ഫേസും എല്ലാം ഇയറിൻ്റെ ബാക്കിൽ, ഈ പാലൊക്കെ ഇയറിൻ്റെ ബാക്കിലോട്ടാണ് പോകുന്നത്. ഇവർ കിടന്നിങ്ങനെ കുടിക്കുമ്പം ഈ ഇവരുടെ വായിൽ നിന്ന് ഇത് എക്സ്ട്രാ മിൽക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇയറിൻ്റെ ബാക്കിലോട്ട് പോയിട്ട് അതാണ് ഈ ഇൻഫെക്ഷൻ വരുന്നത്. നമ്മളത് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. അതുപോലെ തന്നെ ഈ കഴുത്തിലും എല്ലാം ഉണ്ടാകും. നമ്മൾ ഈ ഒരു ഫേസും ഇയേഴ്സും ഈ മൗത്തും നെക്കും അതെല്ലാം നെക്കിൻ്റെ പുറയിലെല്ലാം നല്ലപോലെ വൈപ്പ് ചെയ്യുക ബേബിയുടെ. അപ്പം അങ്ങനെ നമുക്ക് ഇൻഫെക്ഷൻ കുറയ്ക്കാം. അതുപോലെ തന്നെ വൈപ്പ് ചെയ്യണം. ഈവൻ 6 months കഴിഞ്ഞ് നമ്മൾ ഫുഡ് കൊടുത്ത് തുടങ്ങുമ്പോഴാണെങ്കിലും നല്ലപോലെ നീറ്റായിട്ട് വൈപ്പ് ചെയ്യുക. പറ്റുവാണെങ്കിൽ നമുക്ക് പല്ലൊക്കെ വരുന്ന സമയത്ത് അതും ചെറുതായിട്ടൊന്നും ഗംസൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഡ്രോപ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഫസ്റ്റ് വൈറ്റമിൻ ഡി ഡ്രോപ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അയൺ ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയൺ ഡ്രോപ്സിൻ്റെ നമ്മൾ അതിൻ്റെ ചെറുതായിട്ട് നമ്മളിത് വൈപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ ഒരു ടിൻസ് കളർ ചേഞ്ച് ടീത്തിനും വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം അതും നോക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. നമുക്കൊന്ന് ബേബി ഒന്ന് കോപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പതുക്കെ ഒന്ന് ഗംസൊക്കെ ഒന്ന് ഇത് ചെയ്യുന്നത് നല്ല. അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് എന്താ പറയുന്നത്, ഫുഡ് കഴിച്ചിട്ട് അറ്റ്ലീസ്റ്റ് വെള്ളം കൊടുക്കുക. അപ്പം ആ ഒരു വെള്ളം കുടിക്കുന്നതോടുകൂടി ആ ഒരു കുറച്ചൊന്ന് ക്ലീൻ ആവാൻ, മൗത്ത് ക്ലീൻ ആവുന്ന ഒരു എഫക്റ്റിൽ ഞാൻ അങ്ങനെ ആണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് 6 months നമുക്ക് വെള്ളം വേണ്ട. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക, ജസ്റ്റ് ഫീഡിങ് മാത്രം ചെയ്യും. അപ്പം അത് കഴിഞ്ഞിട്ട് അതാണ് ഈ മൗത്തിൻ്റെ ഏരിയ. പിന്നെ ഫേസ് നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വൈപ്പ് ചെയ്യുക, എല്ലാം ചെയ്യുക. അതെല്ലാം എപ്പോഴും നമ്മൾ തിളപ്പിച്ചാറിച്ച വെള്ളത്തിൽ തന്നെ ചെയ്യണം. അതാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആംപിറ്റ്സ്. നമ്മളത് എപ്പോഴും മറന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നെങ്കിൽ ഇവർ കുളിക്കുമ്പോൾ എന്തായാലും ഫസ്റ്റ് തൊട്ട് കരയും. അപ്പോൾ ഈ കരച്ചിലിനിടയ്ക്ക് നമ്മൾ ഈ അവരുടെ കയ്യെ പിടിച്ചിട്ടായിരിക്കും കുളിക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ച് കമത്തി കിടത്തി നമുക്ക് ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിടത്തിയിട്ട് അപ്പോൾ അവർ മുട്ടുകുത്തിയിരിക്കും. അപ്പോൾ ആ ഒരു പൊസിഷനിൽ നമുക്ക് ബാക്ക് ഏരിയ എല്ലാം കുളിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പം ഒരിക്കലും നമ്മൾ ഇങ്ങനെ മലത്തി കിടത്തിയിട്ട് ബാക്ക് സൈഡ് കഴുകാതെയും കുളിപ്പിക്കാതെ ഇരിക്കരുത്. അപ്പം അതും അവിടെയും സോപ്പിട്ട് നല്ലപോലെ പുറമെല്ലാം തേച്ച് കഴുകണം. അപ്പം ഇവർ ഈ കരയുമ്പം നമുക്ക് ഈ പിടുത്തം കിട്ടുന്ന ആംപിറ്റ്സിലായിരുന്നു. നമ്മളെപ്പോഴും ഈ ആംപിറ്റ്സ് വൃത്തിയാക്കാനും എല്ലാം ഒന്ന് സോപ്പിടാനോ ഒന്ന് തേച്ച് കളയാനോ ഒക്കെ നമ്മൾ മറക്കും. അപ്പം ഈ അഴുക്ക് ഇപ്പം നമ്മളെ പോലെ തന്നെ നമ്മളൊന്ന് പുറത്ത് പോയിട്ട് വന്ന് നമ്മൾ കുളിക്കുമ്പോൾ നമുക്ക് അഴുക്ക് കെട്ടി നിൽക്കുന്ന പോലെ തന്നെ അവരുടെ ആംപിറ്റ്സിലോ എല്ലാം, അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഏരിയ എല്ലാം, കഴുത്താണെങ്കിൽ ഒരു ഫോൾഡ്സ് കാണാം അവർക്ക്. അപ്പോൾ ഈ ഫോൾഡ്സിൻ്റെ ഇടയ്ക്കെല്ലാം അഴുക്കായിരിക്കും. അതുപോലെ തന്നെ ഈ ചൂട് സമയത്ത് ഇവരുടെ സ്കിൻ തന്നെ ഇങ്ങനെ ഇളകി അവിടെ ഇങ്ങനെ അഴുക്ക് പോലത്തെ ഫോമിൽ വരും. അപ്പോൾ നമ്മൾ എപ്പോഴും അത് വൈപ്പ് ചെയ്ത് നീറ്റായിട്ട് ഇരിക്കണം. അതുപോലെ തന്നെ ആംപിറ്റ്സും നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. ഇടയ്ക്ക് നമ്മൾ ചൂട് സമയത്ത് നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കൂൾനെസ് കിട്ടുന്ന പോലെ തന്നെ അവർക്കും ഫേസിലും ബോഡിയിലും ഒക്കെ ഒന്ന്
ടവലിൽ വെച്ചൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബോഡി നല്ലപോലെ കഴുകുക. അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് ഏരിയ ഫ്രണ്ടും ബാക്കും നല്ലപോലെ നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ഗേൾസിനാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് വേണം നമ്മൾ ഡയപ്പറൊക്കെ മാറ്റുമ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട്. മോഷനൊന്നും നമ്മുടെ യൂറിനറി ഏരിയയിലോട്ട് പോകരുത്, അവർക്ക് ഇൻഫെക്ഷൻ വരും. അപ്പം നല്ലപോലെ നമുക്ക് ആദ്യത്തെ സമയത്ത് നമുക്ക് വൈപ്സ് ഒക്കെ വെച്ച് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഇച്ചിരി വാട്ടറുള്ള തുണി വെച്ചിട്ട് വൈറ്റ് തുണി വെച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ താഴോട്ട് നമുക്ക് ഈ മുട്ടിൻ്റെ പുറകിലുള്ള ഏരിയ, അതുപോലെ തന്നെ കാല്, ഫീറ്റ്, ഫിംഗേഴ്സിൻ്റെ ഇടയ്ക്കെല്ലാം നമ്മൾ ഈ പറയുന്നതിൻ്റെ കൂട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു ഫുൾ ഹെഡ് ടു ടോയുടെ ഒരു കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏത് വീഡിയോസ് വേണമെന്ന് പറയുക. അപ്പം ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 3 മണി കഴിഞ്ഞെന്ന് തോന്നും. വെളുപ്പിനെ വാവ ഉറങ്ങുവാണ്. പിന്നെ എനിക്ക് ഫ്രീ ആകുമ്പോൾ ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് തരണം. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഈ ഒരു സമയത്ത്. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ബൈ.